ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ശങ്കർദാസിനെ വിമർശിച്ച് ഹൈക്കോടതി. ആശുപത്രിയിൽ പോയി കിടക്കുകയാണെന്നും പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നത് ഇങ്ങനെയാണോ എന്നും ഹൈക്കോടതി ചോദിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയിൽ ചിത്രം സഹിതം വിശദീകരണം നൽകിയ ദിവസം തന്നെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. അബോധാവസ്ഥയിൽ കിടക്കുകയാണെന്നാണ് ശങ്കർദാസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഷബ്ന സിയാദ് നൽകും വിവരങ്ങൾ. ഷബ്ന, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ദൃശ്യങ്ങളടക്കം അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമുണ്ടാകുന്നു. എന്തൊക്കെയാണ് കോടതി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ? കൊല്ലം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ശങ്കർദാസ് നൽകിയിരുന്നു. ഇതിൽ തൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, അബോധാവസ്ഥയിലാണ് തുടങ്ങിയ കാര്യങ്ങൾ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു. ഈ സെഷൻസ് കോടതി ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും 14-ാം തീയതി ഹർജി പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മറ്റ് 3 പ്രതികളുടെ, അതായത് പത്മകുമാർ, മുരാരി ബാബു അടക്കമുള്ള മറ്റ് 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയാണ് ശങ്കർദാസിനെ കുറിച്ച് പരാമർശമുണ്ടായത്. ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാമെന്ന് പത്മകുമാറിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുമ്പോഴാണ് ഒരു ദേവസ്വം ബോർഡ് അംഗം ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. പ്രതി ചേർത്ത ഉടനെ ആശുപത്രിയിൽ പോയി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിലുള്ള നിർദ്ദേശപ്രകാരമാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഈ രീതിയിലാണോ സഹകരിക്കുന്നത്? ഇത്തരത്തിൽ എങ്ങനെയാണ് അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കുന്നത് എന്ന വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്ത് അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത് എന്ന ചോദ്യമായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ പത്മകുമാറിനെയും കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കാണിച്ചില്ല. ഈ ശബരിമലയിലെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് ദേവസ്വത്തിൻ്റെ ചുമതലയായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയില്ല. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു യഥാർത്ഥ സ്പോൺസർ അല്ല എന്ന് അഭിഭാഷകർ വാദിച്ചപ്പോഴാണ് ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാനാണ് ശ്രമിച്ചത്. ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മറ്റുള്ളവർ ആ രീതിയിലാണ് ശ്രമിച്ചത് എന്ന വിമർശനവും കോടതി ഉന്നയിച്ചു. 3 പ്രതികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ കോടതി മാറ്റുകയും ചെയ്തു. ശരി, ലീഗൽ കറസ്പോണ്ടന്റ് KM ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.